ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ കറിയാണ് കാണിക്കുന്നത്. പരിപ്പ് കറി. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. അത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലുള്ളൊരു കറിയാണ്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ സാധാരണ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ ചെറുപയർ പരിപ്പാണ് അധികം ഉപയോഗിക്കാറ്. വല്ലപ്പോഴും മാത്രമേ ബാക്കിയുള്ള പരിപ്പൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഇത് വളരെ ലൈറ്റാണ്, വയറിനും അത്ര പ്രോബ്ലം ഉണ്ടാക്കില്ല. അപ്പോൾ കുറച്ചും കൂടി നല്ലതാണിത്. അതുപോലെ തന്നെ നമ്മൾ കിച്ചടിയും ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും ഈ ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് അധികം ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം തുവരപ്പരിപ്പോ കടലപ്പരിപ്പോ ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് ചെറുപയർ പരിപ്പും 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, അതായത് സാമ്പാർ പരിപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് തിരിച്ചും എടുക്കാം. 1/2 കപ്പ് തുവരപ്പരിപ്പും 2 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പും അങ്ങനെ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനി കുക്കറിലേക്ക് ഇടാം. ഇത് വേണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ കുതിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വന്നാൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, അതായത് 1/2 ലിറ്റർ വെള്ളം. പിന്നെ ഒരു വലിയ വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വളരെ ചെറുതൊക്കെ ആണെങ്കിൽ 2 വെളുത്തുള്ളി ചേർക്കാം. 1-2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നൊരു പകുതി എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം, മുഴുവൻ ചേർക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഇനി ഇത് അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ അല്ലെങ്കിൽ ഒരു മാക്സിമം 4 വിസിൽ വന്നാൽ മതിയാവും. അതായത് നന്നായിട്ട് സോഫ്റ്റ് ആവണം. പക്ഷേ ഇത് വെന്ത് ഇങ്ങനെ ഉടഞ്ഞു പോകരുത്. വെന്ത് ഉടഞ്ഞു പോയാൽ പ്രത്യേകിച്ച് ചെറുപയർ പരിപ്പൊക്കെ ആവുമ്പോൾ പരിപ്പ് കുറച്ച് കറി തണുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആ കറിക്ക് ടേസ്റ്റേ ഉണ്ടാവില്ല. എപ്പോഴും പരിപ്പ് സോഫ്റ്റ് ആവണം, വെന്ത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ കടായി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവെ നമ്മൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യ് ഒഴിച്ചാലാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണ്ട എന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. നെയ്യ് ഇഷ്ടമുള്ളവർ എന്തായാലും നെയ്യ് ചേർക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ചെറുപയർ കറിയിലൊക്കെ പൊതുവെ വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് അതിൻ്റെ കൂടെ നന്നായിട്ട് നിൽക്കുക. ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കുറച്ച് കൂടുതലും. പ്രത്യേകിച്ച് നമ്മൾ പുറമേയുള്ള ഡാബ സ്റ്റൈൽ ഇങ്ങനെ ദാൽ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഈ വെളുത്തുള്ളിയുടെ ആ രുചിയായിരിക്കും എപ്പോഴും ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി വെളുത്തുള്ളി നിങ്ങൾക്ക് കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്തിട്ടും ഉണ്ടാക്കാം കേട്ടോ. 2 വെളുത്തുള്ളി ചേർത്താലും മതി. ഇതൊരു ഗോൾഡൻ കളറാവും, ഇങ്ങനെ ആ മൂത്ത മണം വരണം. അതിൻ്റെ ശേഷം ഇതിലേക്ക് സവാള ചേർക്കാം. ഒരു മീഡിയം സൈസുള്ള സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത്. പിന്നെ ആ ബാക്കിയുള്ള ഇഞ്ചി ചേർത്തിട്ടുണ്ട്. പിന്നെ 1-2 പച്ചമുളക് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ആ വെളുത്തുള്ളി നല്ലൊരു ആ ബ്രൗൺ കളർ ആയതിൻ്റെ ശേഷം, ബ്രൗൺ അല്ല കേട്ടോ, ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയതിൻ്റെ ശേഷം മാത്രം ഈ ഉള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ചേർക്കാവൂ. ഇപ്പോൾ ഞാൻ ഉള്ളിയിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊന്നും അധികം ആവരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ആ പച്ചമണം ഒന്ന് മാറണം. ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി കൂടി ചേർത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. തക്കാളി ചേർത്തിട്ട് അത് നന്നായിട്ട് വെന്ത് നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് വെന്തിട്ട് അത് എണ്ണയൊക്കെ തെളിഞ്ഞു വരും. പരിപ്പിലേക്ക് കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ തിളച്ച വെള്ളമായാലും മതി ഒഴിക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ കട്ടിയുള്ള പരിപ്പ് കറി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇങ്ങനെ വെള്ളത്തോടക്കിനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കുറച്ച് വെള്ളത്തോടക്കിനെ ആയിരിക്കും ടേസ്റ്റ്, ചപ്പാത്തിയുടെ കൂടെ കുറച്ച് കട്ടിയിലും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി, ആ കൺസിസ്റ്റൻസി നോക്കിയിട്ട്. ഞാനൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് ആ പരിപ്പ് വേവിച്ചത് ചേർക്കുക. കുറച്ചും കൂടി നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിനുള്ള ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിള വരണം. ഇപ്പോൾ കണ്ടില്ലേ, ആ പരിപ്പൊക്കെ ഇങ്ങനെ നന്നായിട്ട് കാണുന്നുണ്ട്, കണ്ടില്ലേ, ഇങ്ങനെ ഉടഞ്ഞ് പേസ്റ്റ് പോലെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കി എടുക്കരുത് കേട്ടോ.
ഇനി അങ്ങനെയാണ് കഴിക്കാൻ താല്പര്യം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആ പരിപ്പ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ആ തിളച്ചിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കണം. പിന്നെ 1-2 പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിടുക. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്കില്ല തടുക്ക റെഡിയാക്കാം. ആ തടുക്കയാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായി വരുമ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. കരിഞ്ഞു പോകുന്ന പേടിയുള്ളവർ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഒരു 2-3 ഉണക്കമുളക് ഒന്ന് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ള് കായം ചേർക്കുക. ഞാൻ ഇപ്പോൾ കായത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ആ കായം ആ നെയ്യിൽ കിടന്നുള്ള നല്ല മൂത്ത ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് പിന്നെ ദാൽ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കായം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനോട് കൂടിയിട്ട് തന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. ഉലുവയിൽ ഉണക്കിയതാണ് കസൂരി മേത്തി. ഇത് തികച്ചും ഓപ്ഷനിലാണ്. കിട്ടിയില്ലെങ്കിൽ വേണ്ട. കസൂരി മേത്തിക്ക് പകരം കുറച്ച് മല്ലിയില ചേർത്താലും മതി കേട്ടോ. ഇനി രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോരുത് കേട്ടോ. കായപ്പ് രസം വരെ എന്നിട്ട് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള പരിപ്പ് കറി റെഡിയായി. ഇത് ചോറിനും ചപ്പാത്തിക്കോ ഒക്കെ ഒപ്പം നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. കുറച്ച് മല്ലിയില കൂടി വിതറുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്